ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കുഴമ്പ് രൂപത്തിലാക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഈ മസാല അതിൽ യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 10-15-20ഓളം ചുവന്നുള്ളി എടുക്കുക. അത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കുക. ചുവന്നുള്ളി കൂടുന്തോറും രുചി കൂടുന്നതായിരിക്കും റോസ്റ്റിൻ്റെ. നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുന്ന ചുവന്നുള്ളിയിലേക്ക് 4 കഷ്ണം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതും നന്നായിട്ട് ചതച്ച് തന്നെ എടുക്കുക. അതിനുശേഷം 2 കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. അതും ചതച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം എരിവുള്ള നല്ല പച്ചമുളക് 3-4 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ചതച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് ഇത് വരും. ഈ ഗോൾഡൻ കളറിലേക്ക് ഇതുപോലെ എത്തുമ്പോൾ മാത്രം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഇതൊരു കുഴമ്പൻ രൂപത്തിലേക്ക് കിട്ടുക. മാക്സിമം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ളൊരു കുഴമ്പൻ രൂപമാണ്. ഈ ഒരു രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും ചെമ്മീൻ വെന്തിട്ടുണ്ടാവും. ചെമ്മീനിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഓൾറെഡി വെള്ളം ഉള്ളതാണ്. ഇതിലേക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാല് ഒരു 4 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ചെമ്മീനനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തള വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫാക്കി വയ്ക്കാം. ഇതാണ് നമ്മളുടെ കറി വരുന്നത്. വളരെ ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റോസ്റ്റാണ്. നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.